എനിക്ക് ഭീഷണിയാണ്, അതുലിന് ഭീഷണിയാണ്, ഡാനിക്ക് ഭീഷണിയാണ്, സന്ദീപിന് ഭീഷണിയാണ്. അതായത് ഒരു ഉത്തരവുണ്ട്, ഈ വൃത്തികെട്ട സിഞ്ചിത്ത എന്ന വൃത്തികെട്ട സ്ത്രീയുടെ ഫോട്ടോ കൊണ്ടുവരാൻ പാടില്ല, അവളെപ്പറ്റി ഇനി ഒരക്ഷരം സംസാരിക്കരുത് എന്നാണ് ഉത്തരവ്. പേടിക്കൂല, ഈ വൃത്തികെട്ട സ്ത്രീയെ കുറിച്ച് ഇനിയും സംസാരിക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്, ഞാനെന്നല്ല, ഈ വൃത്തികെട്ട ജന്തുവിനെതിരെ ആര് സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം വലിയൊരു റിസ്ക് ആണ്. ഒരു പക്ഷേ ഞങ്ങളുടെ ചാനൽ എന്നേക്കുമായിട്ട് ഇല്ലാതാവും. പ്രശ്നമില്ല, ദീപകിന് നീതി കിട്ടണം, ദീപകിൻ്റെ ആത്മാവിന് നീതി ശാന്തി കിട്ടണം. അതിനുവേണ്ടി ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം ഫൈസൽ മലബാർ നമ്മുടെ ദീപകിൻ്റെ ഫാമിലിക്ക് വലിയൊരു സഹായവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ സംഭാഷണം ഞാൻ സൈഡിൽ വെച്ചു തരാം. അതിനു മുമ്പ് ഈ പറയുന്ന സിഞ്ചിത്ത എന്ന ജന്തുവിനെ ചോദ്യം ചെയ്തു. ഓക്കെ, ആദ്യം തന്നെ ഈ ജന്തുവിനോട് ചോദിച്ച ചോദ്യം, അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ, അതായത് നമ്മളൊക്കെ കണ്ടത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. അതായത് പോലീസ് ഈ വൃത്തികെട്ട സ്ത്രീയോട് ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ എവിടെ? ആ വീഡിയോ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ വൃത്തികെട്ട സ്ത്രീ പറയുകയാണ്, അതില്ല, അത് ഡിലീറ്റ് ആയി പോയി ഇനി സാറേ, പച്ചക്കളവ് പറയുകയാണ്. അതായത് ഒരു 20 മിനിറ്റിൻ്റെയോ 15 മിനിറ്റിൻ്റെയോ വീഡിയോ ഈ വൃത്തികെട്ടവൾ എഡിറ്റ് ചെയ്ത് സൂം ചെയ്ത് ഇയാൾ ടച്ച് ചെയ്യിക്കുന്നത് പോലെ ഈ വൃത്തികെട്ട സ്ത്രീ എഡിറ്റ് ചെയ്തതാണ്. ഓക്കെ, അതിനെ കൈയോട് നമ്മുടെ സാറുമാർ പൊക്കുകയാണ്. അപ്പോൾ ഈ വൃത്തികെട്ട സ്ത്രീ പറയുകയാണ്, ആ ഒരു വീഡിയോ ഇല്ല, എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി എന്ന്. സൈബർ സെല്ലിൽ നിന്ന് എന്തായാലും ആ വീഡിയോ തിരിച്ചെടുക്കും. അപ്പോൾ എന്തായാലും ഈ പരമചറ്റയ്ക്ക് ഒരു 20 വർഷമെങ്കിലും കുറഞ്ഞത് കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞ് ഈ പരമചറ്റയെ വിടരുത് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് എന്താണ് ഫൈസൽ മലബാർ പറഞ്ഞത്, ആ ഒരു ഫോൺ സംഭാഷണം നിങ്ങൾ ഫുള്ളായി കേൾക്കണം. അതിനുശേഷം ബാക്കി ചർച്ച ചെയ്യാം. ഓക്കെ, കഴിയുന്നുണ്ടോ? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങയോട് പറഞ്ഞ കാര്യം കൂടി വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഫൈസൽ ജിയോട് ഒരു റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യേണ്ടിരിക്കുകയായിരുന്നു. അപ്പോ നമുക്ക് എല്ലാം അറിയുന്നത് പോലെ മലബാർ ഗോൾഡിനെ നയിക്കുകയും മലബാർ ഗോൾഡിന്റെ എന്താ പറയുക ആ കൂട്ടായ്മയിലെ പിന്നെ പ്രൊഡക്ഷൻ ഹെഡാണ്, ഇന്റർനാഷണൽ മാനുഫാക്ചറിംഗിന്റെ ഹെഡാണ്. വളരെ സന്തോഷം. ചട്ടാമ്പാറ കൂടെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഗോൾഡ് സ്മിത്തിന്റെ കൂടെ ഫൈസൽ ജിയെ ദുബായി പോയപ്പോൾ കണ്ടിരുന്നു. അപ്പം ഫൈസൽ ജിയെ എന്റെ മകനെയൊക്കെ വളരെ കാര്യമായിട്ട് ഫൈസലിന്റെ കാറൊക്കെ കാണിച്ചു. അവരുടെ വീട്ടിൽ പോയിരുന്നു. ഫൈസൽ കുടുംബമല്ലേ രാഹുൽ ജി? അതെ, തീർച്ചയായും. നിങ്ങളെ ഫാമിലി നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ സ്വന്തം സഹോദരനാണ്, നമ്മളെ അനിയനാണ്. സന്തോഷം ഫൈസൽ ജിയുടെ ക്യാമറ എന്തെങ്കിലും ഓണാക്കാൻ വകുപ്പുണ്ടോ? ക്യാമറ അവർക്ക് കൂടെ സന്തോഷം. ഞാനൊരു ഡ്യുവൽ ക്യാമറയിൽ ഇത് എടുക്കുകയാണ്. അപ്പൊ ആൾക്കാരും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഡ്യുവൽ ക്യാമറയിൽ ഇത് എടുക്കുകയാണ്. ഫൈസൽ ജി നമുക്കെല്ലാം അറിയുന്നത് പോലെ പലരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനപ്പോ ഫൈസൽ ജിയെ വിളിച്ചൊരു റിക്വസ്റ്റ് പറഞ്ഞിരുന്നു. നമ്മുടെ ദീപകിന്റെ ഫാമിലി സുഖമാണ്. അപ്പൊ നമ്മുടെ ദീപക് എന്ന് പറഞ്ഞ ഫൈസൽ ജി ശ്രദ്ധിച്ചു കാണും. ഒരു പയ്യൻ ഇതേപോലെ ഒരു വ്യാജ വീഡിയോയിൽ അവൻ ആത്മഹത്യ ചെയ്തു. അപ്പോ അവരുടെ വീട്ടുകാരുടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അത്യാവശ്യം എന്താ പറയുക സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട കുടുംബമാണ്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഞങ്ങള് ഗോവിന്ദപുരം എന്ന സ്ഥലത്താണ് ദീപക് താമസിക്കുന്നത്. നമ്മളൊരു 10-28-30 വർഷം മുമ്പ് ഞാനും കുടുംബവും ഗോവിന്ദപുരത്താണ് താമസിച്ചത്. അപ്പൊ എന്റെ സിസ്റ്ററൊക്കെ അവിടെ താമസിക്കും. ഗോവിന്ദപുരമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്, സ്നേഹബന്ധം. നല്ല ആൾക്കാരാണ് അവിടെ ഉള്ള ആൾക്കാര്. നമ്മളെ നൈബേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാനത് വീഡിയോയില് കണ്ടു. എന്തോ പിന്നെ മാനസികമായിട്ട് പെട്ടെന്ന് എന്തോ വീഡിയോ വന്നിട്ട് എന്താന്ന് പറഞ്ഞാല് സൂയിസൈഡ് ചെയ്ത ഫാമിലി അല്ലേ? അതെ, 2 കാര്യങ്ങളാ. ഒന്ന്, പലപ്പോഴും ഇതുപോലത്തുള്ള ഇനിയൊരു ദീപക് ഉണ്ടാവരുത്. 2, നമുക്ക് ഈ മെൻസ് കമ്മീഷൻ ഇപ്പൊ രാജ്യസഭയിൽ അത് വന്നു. രാജ്യസഭയിൽ ഓൾറെഡി അവതരിപ്പിച്ചു. നമ്മുടെ നിയമസഭയിൽ ഇപ്പം പുരുഷന് നേരെയുള്ള പീഡനമാണ് നടക്കുന്നത്. ഇപ്പം പുരുഷ പീഡനമാണ്, സ്ത്രീ പീഡനമല്ല, പുരുഷ പീഡനമാണ്. ഇപ്പൊ അത്യാവശ്യം ദീപകിന്റെ കാര്യം ജനങ്ങളെ ശ്രദ്ധിച്ചു എന്നേ ഉള്ളൂ. സുനീർ എന്ന് പറഞ്ഞ് ഇതേപോലെ തിരുവനന്തപുരത്ത് പയ്യനുണ്ട്. അവന്റെ വീട്ടിൽ ആരുമില്ല, ഉമ്മയും സഹോദരിയും മാത്രമേ ഉള്ളൂ. അവനെതിരെ ഇതേപോലെ വ്യാജ പരാതി കൊടുത്ത് അവൻ ആത്മഹത്യ ചെയ്തു. ഞങ്ങൾ എന്നിട്ട് DGPയെ പോയി കണ്ട അവസാനം പരാതി എടുപ്പിച്ചു. ഒരു കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് നഷ്ടപ്പെട്ടത്. ശരിക്കും ഇനിയുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. കാരണം ഒറ്റയടിക്കൊന്നും വേണ്ടി എന്താ പറയാ ഇങ്ങനെ ശരിക്കും എന്താ പറയാ വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി മരണം. ഞാൻ അവരുടെ വീഡിയോ കുടുംബത്തിനാണ് വലിയ നഷ്ടം. ഞാൻ അവരുടെ വീഡിയോ കരയുന്ന കണ്ടിട്ട് അടച്ചു വെച്ചു. എനിക്കത് കാണാൻ പറ്റുന്നില്ല. കാര്യം
നമ്മുടെ എല്ലാം മക്കളും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ടൊരു വിഷമമാണ്. അപ്പം എനിക്ക് അങ്ങോട്ട് റിക്വസ്റ്റ്, താങ്കളെ പോലുള്ളവരെ എന്തെങ്കിലും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, മെൻസ് കമ്മീഷനെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും രീതി കോഴിക്കോട് തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഫൈസൽ രാഹുൽജി, നമുക്ക് ഞാനിവിടെ UAE നോക്കട്ടെ നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന്. തൽക്കാലം ഞാനൊരു 1,00,000 നിങ്ങൾ വിളിച്ച പറഞ്ഞ വകയിൽ 1,00,000 ഞാൻ കൊടുക്കാം. ഞാൻ ഇവിടെ നമ്മളെ ഷെഫീഖ് ഉണ്ട്. ഷെഫീഖെ, നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സഹായിക്കാം. ആയിക്കോട്ടെ. അപ്പൊ അത് തൽക്കാലം 1,00,000 ഞാനപ്പോ അങ്ങയുടെ പെർമിഷനോടെ എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടോട്ടെ, ഈ വീഡിയോ ഒന്നിട്ടോട്ടെ വിത്ത് യുവർ പെർമിഷൻ. കാരണം ഇത് കണ്ടിട്ട് വേറെ ആരെയും കറക്റ്റ്. അപ്പൊ അങ്ങനെ കൂടുതൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് വെച്ചാണ്. വലിയൊരു സപ്പോർട്ട് വരട്ടെ ആ ഫാമിലിക്ക്. ഞാനപ്പം രാഹുൽജിന്റെ ഒരു ഇനീഷ്യേറ്റീവില് അവർക്ക് നല്ലൊരു എമൗണ്ട്, പാവപ്പെട്ട ഫാമിലി, പ്രായമായ അമ്മയും ഫാമിലിയാണ്. അപ്പൊ അവരൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ കൂടുതൽ ആൾക്കാരെ സഹായിക്കും. ഞാനിപ്പം കേരളത്തിലില്ല. ഞാനപ്പോ ഇമ്മീഡിയറ്റ്ലി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വരും. ഇത് എന്റെ ഒരു ഹിയറിംഗും മറ്റും ഉള്ളതുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. ഞാൻ 2-3 ഡേയ്സിനുള്ളിൽ വരും. എന്നിട്ട് ഞാൻ തന്നെ പേഴ്സണലി നേരിട്ട് പോവുകയും. ഓക്കെ, നല്ലൊരു മനുഷ്യനാണ് ഫൈസൽ മലബാർ. ആ കുടുംബത്തിന് 1,00,000 രൂപ ധനസഹായം കൊടുക്കും. മാത്രമല്ല, അതൊരു ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് 1,00,000. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സുമായിട്ട് ആലോചിച്ചിട്ട് വീണ്ടും പൈസ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ഫൈസൽ മലബാറിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കോടീശ്വരന്മാരാണ്. അതായത് ഒരു 10 ഫ്രണ്ട്സിൻ്റെ കൂടെ ചർച്ച ചെയ്താൽ മിനിമം ഒരു 10-15 ലക്ഷം എന്തായാലും ആക്കി കൊടുക്കുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഇതായത് ഞാനൊരു കാര്യം പറയുകയാണ്, പൈസ ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ ഒരു ഫാമിലിയെ നിങ്ങളോട് പറ്റുന്ന കുറച്ച് പൈസ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം. കാരണം ആ ഫാമിലിക്ക് ഇപ്പോൾ ആരുമില്ല, തുണയായി ആരുമില്ല. ഈ ജന്തു ഉണ്ടല്ലോ, ഈ ജന്തുവിനെ ഇപ്പോൾ കണ്ണിൽ പൊഴിടാൻ വേണ്ടി 2-3 ദിവസം ചോദ്യം ചെയ്യും. അതിനുശേഷം ഈ ജന്തുവിനെ പുറത്ത് വിടും. ഓക്കെ, പോയത് ആ ഒരു ഫാമിലിക്കാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ വേറൊരു പ്രശ്നം വരുമ്പോൾ, സോഷ്യൽ മീഡിയ ആണ്, വേറൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഈ പ്രശ്നം മറക്കും, ഈ ദീപകിനെ മറക്കും, എല്ലാം മറക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളെല്ലാവരും പരമാവധി സഹായിച്ചാൽ ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു തുണയാകും. ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുടുംബത്തെ തിരിഞ്ഞാരും നോക്കൂല, സർക്കാർ 1 രൂപ പോലും കൊടുക്കൂല. അതിനുശേഷം ഈ വൃത്തികെട്ടവൾ ഇങ്ങനെ വീണ്ടും റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് സുഖകരമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾക്ക് പറ്റുന്ന സഹായം നിങ്ങൾ അതായത് ആ കുടുംബത്തെ ജസ്റ്റ് ഒന്ന് പോയി ആ മരിച്ച വീട്ടിലേക്ക് പോയി അവിടെയുള്ള അച്ഛൻ്റെ പോക്കറ്റിലേക്കോ അമ്മയുടെ കയ്യിലോ നിങ്ങൾക്ക് പറ്റുന്ന പൈസ നിങ്ങൾ കൊടുക്കുക. പൈസ കൊടുത്താൽ ജീവൻ തിരിച്ച് കിട്ടുമോ ബ്രോ? ഇല്ല. പക്ഷെ അവർക്ക് ജീവിക്കാൻ വേറൊരു മാർഗമില്ലാത്തത് കൊണ്ട് ഒരു ഗുരുനാഥനാണ് പോയത്. ആ കുടുംബത്തെ പൊന്നുപോലെ നോക്കുന്ന ഒരു മനുഷ്യനാണ് എന്നേക്കുമായിട്ട് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളിൽ പറ്റുന്നത് ഒന്ന് ഈ അതിജീവിതത്തെ തെറിവിളിക്കുക. കാരണം ഇനി ഒരു ദീപകമാരും ഈ ദുനിയാവിൽ വരരുത്, ഇനി ഒരു ദീപകമാരും ഇങ്ങനെ ആത്മഹത്യ ചെയ്യരുത്. അതുകൊണ്ട് പരമാവധി അതിജീവിതയെ നമുക്ക് തെറിവിളിക്കാം, ഇനി ആരും അങ്ങനെ വരരുത്. അതിനുശേഷം നമുക്ക് പറ്റുന്ന പൈസ കൊണ്ട് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നു അത്ര രൂപ നമ്മൾ എങ്ങനെയെങ്കിലും ആ പാവപ്പെട്ട കുടുംബത്തിന് കൊടുക്കണം. ഞാൻ മുംബൈയിലാണുള്ളത്. ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഫാമിലിയെ എന്നിൽ പറ്റുന്ന സഹായം ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. വേണമെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പോ ഷോട്ടോ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും എടുത്ത് ഞാൻ ഇടാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകളോടൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പൊന്നു സ്ത്രീകളെ, നിങ്ങൾക്ക് നിയമമുണ്ട്, പോലീസ് നിങ്ങൾക്കൊപ്പമാണ്, കോടതി നിങ്ങൾക്കൊപ്പമാണ്. ദയവ് ചെയ്തത് നിങ്ങൾ അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. ഞങ്ങൾക്ക് ജീവിക്കണം. എനിക്ക് പേഴ്സണലി പെങ്ങന്മാരുണ്ട്, അമ്മയുണ്ട്, എനിക്ക് ഏട്ടനുണ്ട്, ഞങ്ങൾക്കും കുടുംബക്കാരുണ്ട്. നാളെ എന്നോട് ഒരു ചങ്ങായി മെസ്സേജ് ഇട്ട് പറഞ്ഞതാണ്, ബ്രോ സിഞ്ചിത്തക്കെതിരെ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട, അവളെങ്ങാലം ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ ഏതെങ്കിലും ഒരു പെൺ സുഹൃത്തിനെ വെച്ച് ഞാൻ പീഡിപ്പിച്ചു എന്ന് കള്ളപ്പരാതി കൊടുത്താൽ നീ എന്ത് ചെയ്യും ബ്രോ എന്ന് എന്നോട് ചോദിച്ചു. അവൻ പറഞ്ഞത് ശരി തന്നെയാണ്. അതായത് ഒരു പെണ്ണ് എനിക്കെതിരെ ഞാൻ പീഡിപ്പിച്ചു എന്ന് കള്ളപ്പരാതി കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ മുംബൈയിലുണ്ടായി, ഞാൻ നാട്ടിലില്ലാത്ത ഒരാളാണ്, ഞാൻ നാട്ടിൽ കുറവാണ് നിൽക്കുന്നത്, ഇവളെ എനിക്കറിയില്ല, അങ്ങനെയൊന്നും പോലീസും പട്ടാളവും മീഡിയാസും നോക്കൂല. എന്നെ ആദ്യം അറസ്റ്റ് ചെയ്യും. അതിനുശേഷം എൻ്റെ ഫേസ് ഇങ്ങനെ വരും, അൽത്തു എന്ന ഒരു ചെറിയൊരു യൂട്യൂബർ പീഡിപ്പിച്ചു എന്ന് പറയും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ പരിപാടിക്ക് പോവണ്ട. നിങ്ങളുടെ ഫേസ് വരുന്നില്ല കംപ്ലൈൻറ്റ് കൊടുത്താൽ, നിങ്ങളുടെ ഒന്നും വരുന്നില്ല. ഈ വൃത്തികെട്ട ജന്തുണ്ടല്ലോ സിഞ്ചിത്ത, ഇവരുടെ ഫോട്ടോ വെക്കരുത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ വെക്കുക തന്നെ ചെയ്യും, ഒരു നിയമത്തെയും പേടിക്കുന്നില്ല. കാരണം ഈ വിഷയത്തിൽ നമ്മുടെ ദീപകിന് നീതി കിട്ടണം. നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകളോടാണ്. നിങ്ങൾക്ക് അതായത് ഭരണം നിങ്ങൾക്കൊപ്പമാണ്, നിയമം നിങ്ങൾക്കൊപ്പമാണ്, കോടതി നിങ്ങൾക്കൊപ്പമാണ്. അത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. ഞങ്ങൾക്കും ജീവിക്കണം. അപേക്ഷിക്കുന്നു,
ഞങ്ങൾക്കും ബസ്സിൽ പോകണം, ഞങ്ങൾ വലിയ പൈസ ഉള്ള ആൾക്കാരല്ല, എല്ലാ ദിവസവും കാറിൽ യാത്ര ചെയ്യാനും എല്ലാ ദിവസവും ബൈക്കിൽ യാത്ര ചെയ്യാനും ഞങ്ങൾക്കും പോകണം. ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ബസ്സിൽ സീറ്റ് കിട്ടും. അതുകൊണ്ട് പാവപ്പെട്ട ഞങ്ങളെ നിങ്ങൾ ആക്രമിക്കരുത് എന്ന് പെൺകുട്ടികളോട് പറയുകയാണ്. ഈ വൃത്തികെട്ട സിജിത്തയോട് പറയുകയാണ്, നീ നല്ല രീതിയിൽ മരിക്കില്ലടി. ആ കുടുംബത്തിൻ്റെ കണ്ണീരും ആ കുടുംബത്തിൻ്റെ എല്ലാ ശാപവും നിനക്ക് കിട്ടും. എന്തിനാണ് ബ്രോ അവളെ ശപിക്കുന്നത്? എല്ലാം കഴിഞ്ഞല്ലോ നിങ്ങൾ പറയും. ഇല്ല, ആ നായ്ക്ക് പറഞ്ഞ നായിൻ്റെ മോള് സോറിയൊക്കെ ഞാൻ തെരുവിളിക്കലില്ല, എൻ്റെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നതാണ്. അവൾ മരിച്ചു പോയതിനു ശേഷം പറയുകയാണ്, അവൻ ചത്ത നന്നായി, എനിക്ക് നീതി കിട്ടി, ഞാനൊരു അതിജീവിതയാണ്, ബസ്സിൽ എന്നെ അങ്ങേർ കയറി പിടിച്ചു എന്ന് വീണ്ടും ആ ചെറ്റ പറയുകയാണ്. വീണ്ടും ആ തെമ്മാടി അങ്ങനെ പറയുകയാണ്. അതുകൊണ്ടാണ് അവളെ തെറി വിളിച്ചത്. അവളെ നമ്മൾ വെറുതെ വിടരുത്. ആ പൊന്നു നാട്ടുകാരോട് പയ്യന്നൂറുകാരോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പൊന്നാര പയ്യന്നൂറുകാരെ, നിയമവും കോടതിയും അവളെ വെറുതെ വിടും, നിങ്ങൾ വെറുതെ വിടരുത്. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം കല്ലെറിഞ്ഞെങ്കിലും അവളെ ഒന്ന് പകുതിയെങ്കിലും കൊല്ലണമെന്നും അവളുടെ വീട്ടിൽ നേരെ കല്ലെറിയണമെന്നും ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് കേസാവുമെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം 3 ദിവസത്തെ ദുനിയാവാണ്. നമ്മൾ കേസിനും കോടതിയെയും പോലീസിനെയും പേടിച്ച് മിണ്ടാണ്ടിരുന്നാൽ നാളെ ഞാൻ മരിക്കും, നമ്മൾ മരിക്കും, ഉറപ്പാണ്. കൂടിപ്പോയാൽ 50 വർഷം ഇല്ലെങ്കിൽ 60 വർഷമാണ് ഈ ദുനിയാവ് നമ്മൾ ജീവിക്കുന്നത്. നാളെ ഞാനുണ്ടോ, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അതുകൊണ്ട് ഒരു ദിവസമെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. ഇത്തരത്തിലുള്ള ചെറ്റകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കൂ എന്ന് എൻ്റെ പൊന്നു സുഹൃത്തുക്കളോട് പയ്യന്നൂറുകാരോട് പറയുകയാണ്. ആ വീടിന് നേരെ ഒരു കല്ലെങ്കിൽ നിങ്ങൾ എറിയണമെന്നേ ഞാൻ പറയുകയാണ്. അവൾ ഇനി സമൂഹത്തിന് മുമ്പിൽ ഒന്നെങ്കിൽ അവൾ കരഞ്ഞുകൊണ്ട് മാപ്പ് പറയണം. അവൾ അത് എന്നോ, അതായത് ഒരു മാപ്പിന് പോലും ആ തെമ്മാട് തയ്യാറാവുന്നില്ല. അവൾക്ക് പറയാമല്ലോ സോഷ്യൽ മീഡിയയിൽ, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, അയാൾ മരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, എന്നോട് ക്ഷമിക്കൂ സമൂഹമേ, ആ കുടുംബത്തോട് ചോദിക്കാമല്ലോ, ഞാൻ സോറി ചോദിക്കുന്നു കുടുംബമേ എന്ന്. അവൾക്ക് അങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഇടുമായിരുന്നല്ലോ. അവൾ അദ്ദേഹം മരിച്ചപ്പോൾ പറയുകയാണ്, ആ തെമ്മാടിപ്പോയത് നന്നായി, എനിക്ക് നീതി കിട്ടിയെന്ന് അവളുടെ വായിൽ നിന്ന് അവളുടെ നാവിൽ നിന്ന് വീഴുന്നുണ്ടെങ്കിൽ അവൾ വിഷമാണ്, വെറും വിഷമല്ല, നല്ല വിഷമുള്ള വലിയൊരു മൂർഖം പാമ്പ് തന്നെയാണ് അവൾ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ വൃത്തികെട്ടവളെ, ശപിക്കപ്പെട്ടവളാണ് അവൾ. അവളെ നിങ്ങൾ നാട്ടുകാരൻ നിങ്ങൾ പെരുമാറണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.